എനിക്ക് മാത്രമാണോന്ന് അറിയില്ല. കുറച്ച് ആളുകൾക്കുണ്ടായിരിക്കും. ഈ മഴക്കാലം തുടങ്ങി കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് അസുഖങ്ങൾ വരാൻ തുടങ്ങും. അപ്പം ജലദോഷം അത് ഇത് മറ്റേത് മറിച്ചത് അങ്ങനെ കുറെ അസുഖങ്ങൾ വരും. അപ്പൊ കുറേ മരുന്ന് ഡോക്ടർ തരും. അപ്പൊ കുറേ മരുന്ന് ഡോക്ടർ തരുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ ഇത്തവണ ഡോക്ടർ വലിയ മരുന്ന് തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ മരുന്നല്ലേ, ഭയങ്കര വൃത്തിയായിട്ട് ടേസ്റ്റ് ആയിരിക്കും, എങ്ങനെ ഇത് കഴിക്കുമെന്ന്. പക്ഷെ ഈ മരുന്ന് ഭയങ്കര രസമുള്ള മരുന്ന്. അതായത് നമ്മള് ഒരു 100 ഗ്രാം അല്ല സോറി 100 ml ഇതെടുക്കുക, വെള്ളം എടുക്കുക. ഇതിപ്പോ ഇച്ചിരി കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് ഉം, ഉം. അപ്പൊ നമ്മള് ഇതിനകത്തോട്ട് ഈ സാധനം ഇങ്ങനെ ഇടണം. ഇടുമ്പോഴാണ് ഏറ്റവും രസമുള്ള പരിപാടി. ഇങ്ങനെ ഇതിങ്ങനെ ഈ ഗുളിക ഇങ്ങനെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവായിട്ട് ഇങ്ങനെ 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 വരും. എന്നിട്ട് നമ്മള് ഇതിങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ നുരഞ്ഞു പൊന്തും രതിവിലാസം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് അവസാനം ഇത് ഇങ്ങനെ അലിഞ്ഞ് ഇങ്ങനെ വരും. സാധാരണ ഗുളികകൾക്കൊക്കെ എങ്ങനെയാ, അത് നമ്മള് വെള്ളത്തിൽ കലക്കിച്ച് കഴിക്കുമ്പോഴും അല്ലാതെ കഴിക്കുമ്പോഴൊക്കെ നമുക്കൊരു ഒരു സുഖം ഉണ്ടാവാറില്ല. അപ്പൊ എന്ത് മരുന്ന് കഴിച്ചാൽ നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഹോമിയോ മരുന്നായിരിക്കണം. ഒരു ഒരു സന്തോഷത്തോടു കൂടി കഴിക്കാൻ പറ്റുമെങ്കിൽ ഹോമിയോ മരുന്നായിരിക്കണം. ബാക്കി മരുന്നൊക്കെ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് തന്നെ. പക്ഷെ ഈ സാധനം എന്ന് പറയണത് അങ്ങനെ ഒരു സാധനം അല്ല ഇത്. ഇത് എന്തോ ഗ്യാസിന്റെ ഏതോ ഗുളികയാന്ന് തോന്നണു. എന്തിന്റെ അതൊന്നും ഞാൻ നോക്കിയില്ല. പക്ഷെ ഇതിങ്ങനെ അലിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോ നല്ല രസമാണ്. അപ്പൊ ഫുള്ള് ഏകദേശം അലിഞ്ഞ് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇത് നമ്മള് ഒരു പിടി അങ്ങോട്ട് പിടിക്കാൻ വേണ്ട. ഇത് ശരിക്കും സോഡ ലൈമിന്റെ ഒരു ടേസ്റ്റ് ആണ്. സോഡ ലൈം കുടിക്കുന്ന പോലെ നമുക്കിത് കുടിക്കാം.